ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. ഹംഘസാമാഴിയിൽ പെട്ടലകളോടനിശം പോരിടുന്നെൻ്റെ ദുഃഖം ശങ്കിക്കാതൊട്ടു വേഗം കനിവൊടുകളയൂ ദേവി ദുർഗേ ശരണ്യേ. ഭംഗം കൂടാതെയെന്നും തവ കഴലിണ ഞാനോർത്തു പേർത്തും ഭജിപ്പൂ. ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായം ആണ് ഇന്നലെ അവലോകനം ചെയ്ത് നമ്മൾ സമർപ്പിച്ചത്. ത്രിവിധ കർമ്മങ്ങളെക്കുറിച്ചാണ് അവിടെ വ്യാസൻ ജനമേജയന് പറഞ്ഞുകൊടുത്തത്. അടുത്തതായിട്ട് ഏകാദശോധ്യായ 11-ാമത്തെ അധ്യായമാണ് വരുന്നത്. ഈ അധ്യായത്തിൽ യുഗധർമ്മവും സത് അസദ്ധർമ്മവും ആണ് ജനമേജയന് വ്യാസൻ ഉപദേശിക്കുന്നത്. ജനമേജയന്റെ ചോദ്യത്തോടുകൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഭാരാവതരണാർത്ഥായ ഖദിധം ജന്മ കൃഷ്ണയോ സംശയോയം ദ്വിജശ്രേഷ്ഠ ഹൃദയേ മമ തിഷ്ഠതി. തൻ്റെ ഉള്ളിലുള്ള സംശയത്തെ ആണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അവിടെ പറഞ്ഞു, ആ കർമ്മഫലങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല, അത് അനുഭവിച്ചേ തീരൂ. അത് വിഷ്ണുവിന് പോലും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരണം നരനാരായണ ഋഷികളായിട്ട് അവതരിച്ചു. ആ നരനാരായണ ഋഷികളായി അവതരിച്ച ഭഗവാൻ തന്നെയാണ് വീണ്ടും കർമ്മഫലങ്ങളെ കൊണ്ടാണ് നരനായി അർജുനനും നാരായണനായിട്ട് കൃഷ്ണനും ഈ മണ്ണിൽ വന്ന് പിറക്കാനിടയായത്. അങ്ങനെ ജനിച്ച അവർക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നരനാരായണ ഋഷികളായിട്ട് ഒരുപാട് തപസ്സുകളും പുണ്യകർമ്മങ്ങളും ഒക്കെ ചെയ്തു എന്നുണ്ടെങ്കിലും അവർക്ക് കർമ്മഫലങ്ങളായിട്ടുള്ള പ്രാരാബ്ധങ്ങൾ അനുഭവിക്കാതിരിക്കാൻ നിവൃത്തിയുണ്ടായില്ല. അത് അനുഭവിച്ചു. അർജുനൻ, പാണ്ഡവന്മാരിൽ മധ്യപുത്രനായിട്ടുള്ള അർജുനന് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. വനവാസം, അതേമാതിരി ചൂതാട്ടത്തിലൂടെ നടന്നതായിട്ടുള്ള ദ്രൗപദി മാനഭംഗത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങൾ, യുദ്ധങ്ങൾ, അങ്ങനെ ഒരുപാട്. അതിപ്പോൾ മഹാഭാരതം എടുത്താൽ നമുക്കറിയാം, പാണ്ഡവന്മാരെ കുന്തിയും പാണ്ഡവന്മാരും എത്ര ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതേമാതിരി കൃഷ്ണനും കാരാഗ്രഹത്തിൽ വന്ന് ജനിക്കേണ്ടി വന്നു. ജനിച്ച ഉടനെ തന്നെ അച്ഛനമ്മമാരെ പിരിഞ്ഞ് 11 വർഷം ഇരിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് ഇതാ വന്ന് മധുരയ്ക്ക് കംസാദികളൊക്കെ വധിച്ചു എങ്കിലും ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. അവസാനം ആ ജരാസന്ധനെ പേടിച്ച് മധുരയിൽ നിന്നും സമുദ്രത്തിൻ്റെ നടുവിൽ വീടുണ്ടാക്കി ദ്വാരകാപുരി ഉണ്ടാക്കിയിട്ട് രാത്രിക്ക് രാത്രി പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ പലതും ആ കൃഷ്ണാവതാരത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞു. അത് പറയാനുള്ള വിശേഷാൽ കാരണം ഈ കർമ്മ ഫലങ്ങൾ, പ്രാരാബ്ധ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും ആരായാലും എന്നുള്ളതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി അവിടെ പറഞ്ഞതാണ്. അതെല്ലാം കേട്ടപ്പോഴാണ് ജനമേജയനത ഈ സംശയമുണ്ടായത്. ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ടാണ് കൃഷ്ണാനുജന്മാരെ ജനിച്ചത് എന്ന് അങ്ങ് പറഞ്ഞു. എനിക്ക് അതിലൊരു സംശയമുണ്ട് എന്നാണ് പറയണത്. എന്താ സംശയം? ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഭൂമി വർദ്ധിച്ച ഭാരം താങ്ങാനാവാതെ ഗോരൂപം ധരിച്ച് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് അപ്പോൾ ലക്ഷ്മീകാന്തനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു, ഭൂമിയുടെ ഭാരം തീർക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനുമായിട്ട് ജനാർദ്ദനനായിട്ടുള്ള അവിടുന്ന് ഭൂമിയിലുള്ള
ഭൂമിയിൽ അവതരിക്കണം. ഇവിടെ പറയുന്നത് അവതാരം ഗൃഹാണാശു വസുദേവ ഗൃഹേ വിഭോ എന്നാണ്. അതായത് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചതുപോലെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ഭാരതഭൂമിയിലുള്ള വസുദേവ ഗൃഹത്തിൽ ദേവന്മാരോടുകൂടി അങ്ങ് അവതരിക്കണേ എന്ന് ബ്രഹ്മാദി ദേവന്മാർ പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ പറയണത്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ അങ്ങനെയല്ല. ഞാൻ ഗോകുലത്തിലെ വസുദേവരുടെ ദേവകിയുടെ പുത്രനായിട്ട് അവതരിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ സ്വയം ബ്രഹ്മാവിനോട് പറഞ്ഞതായിട്ട് അവിടെ പറയണു. എന്തായാലും ബ്രഹ്മാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാൻ വേണ്ടി ബലരാമനോടുകൂടി ദേവകീ പുത്രനായിട്ട് ശ്രീകൃഷ്ണൻ അവതരിച്ചു. മഹാവിഷ്ണു സ്വരൂപമായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഇതാ അവിടെ അവതരിച്ചു. സകല രാജാക്കന്മാരും പാപികളും ദുർവൃത്തരുമാണ്. ദുർവൃത്തരുമായിട്ടുള്ള അനേകം ദുഷ്ടന്മാരെ കൊന്നിട്ടും എത്രത്തോളം ഭാരം തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭീഷ്മർ കൊല്ലപ്പെട്ടു, ദ്രോണർ കൊല്ലപ്പെട്ടു, വിരാടൻ, ധ്രുപദൻ അവരൊക്കെ കൊല്ലപ്പെട്ടു. ബാഹ്ലീകൻ, സോമദത്തൻ, കർണൻ, വൈകർത്തനൻ ഇവരൊക്കെ ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സർവധനവും കവർന്ന് ഹരിയുടെ പത്നിമാരെ അപഹരിച്ച ദുഷ്ടന്മാര് എന്തുകൊണ്ട് കൊല്ലപ്പെട്ടില്ല? ഭൂമിയിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ആഭീരന്മാരും ശാകന്മാരും മ്ലേച്ഛന്മാരും നിഷാദന്മാരും കോടിക്കണക്കിനുണ്ടല്ലോ ഈ ഭൂമിയിൽ ഇപ്പോഴും. അപ്പോൾ ആ കൃഷ്ണൻ ചെയ്ത ഭൂഭാരം തീർക്കൽ എന്തായിരുന്നു? കുറേ അസുരന്മാരെയും ദുഷ്ടന്മാരെയും ഒക്കെ വധിച്ചു എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും ആ ഭൂഭാരം എവിടെയാണ് മുഴുവനായിട്ട് തീർന്നത്? ഈ സംശയം എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല. ഈ കലികാലത്ത് സകല മനുഷ്യരും പാപികളായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ സംശയത്തിനെ തീർത്തു തരണം എന്നുള്ള ജനമേജയൻ്റെ ആ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇവിടെ ഈ 11ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ സംശയം ഇതാണ്, ഭൂഭാരം തീർക്കാനായിട്ട് കൃഷ്ണൻ അവതരിച്ചു എന്നുണ്ടെങ്കിലും ഭൂഭാരം മുഴുവൻ തീർത്തില്ല എന്നാണ് ഇവിടെ പറയണത്. ഭാഗവത മഹാപുരാണത്തിൽ ഭൂഭാരമെല്ലാം തീർത്ത് അവസാനം ഭൂമിക്ക് ഭാരമായിരുന്ന തൻ്റെ യാദവ കുലത്തിനെയും ഋഷിശാപത്താൽ നശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സ്വധാമഗമനം ചെയ്തു എന്നൊക്കെയാണ് ശ്രീമദ് ഭാഗവത പുരാണത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ ജനമേജയൻ്റെ സംശയത്തിലൂടെ ദേവി ഭാഗവതത്തിൽ പറയണത് കുറേ ദുഷ്ടന്മാരെയൊക്കെ വധിച്ചിട്ടുണ്ട്. ഭഗവാൻ വധിച്ചു, ബലരാമസ്വാമി വധിച്ചു, പല മഹാഭാരത യുദ്ധത്തിൽ അർജുനനെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും വധിപ്പിച്ചു. അങ്ങനെ പലരെയും വധിപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ, ഇല്ല എന്നില്ല. പക്ഷേ അതുകൊണ്ടൊന്നും ഭൂഭാരം തീർന്നിട്ടില്ലല്ലോ. കാരണം കോടിക്കണക്കിനുള്ള അത്തരം ദുർബുദ്ധികളുള്ള ഭൂമിക്ക് ഭാരമായിട്ടുള്ള അധർമ്മികളായിട്ടുള്ളവര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നാ ചോദിക്കുന്നത്. കാരണം ഇത് ചോദിക്കുന്നത് ജനമേജയനാണ് വ്യാസനോട്. അപ്പോൾ അന്നത്തെ ആ സമയത്തിനെ വെച്ചുകൊണ്ടാണ് അവിടെ പറയണത് ഇപ്പോഴും ഈ കലികാലത്ത് ഒരുപാട് പേരെ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ അത്തരത്തിലുള്ളവരെ. അപ്പോൾ എവിടെയാണ് ഭഗവാൻ കൃഷ്ണാവതാരം ചെയ്ത് ഭൂഭാരം തീർത്ത് ഭൂമിയുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കിയത്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അധർമ്മികൾ കാണരുതല്ലോ. കോടിക്കണക്കിൽ അധർമ്മികൾ അതാ ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ അധർമ്മികളെ എന്തുകൊണ്ട് ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യമായ ഭൂഭാരം തീർക്കാനായിക്കൊണ്ട് അവരെ എന്തുകൊണ്ട് വധിച്ചില്ല? കുറേ പേരെയൊക്കെ വധിച്ചു എന്നുണ്ടെങ്കിലും കുറേ പേരെയൊന്നും വധിക്കാതെ കണ്ട് വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ നരനാരായണന്മാരായി അവതരിച്ചതായിട്ടുള്ള ഈ അർജുനനും കൃഷ്ണനും എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്തു എന്നുള്ള ആ സംശയമാണ് വ്യാസനോട് ചോദിക്കുന്നത്. വ്യാസൻ കൊടുക്കുന്ന മറുപടി നമുക്ക് നാളെ മുതൽ അവലോകനം ചെയ്യും.